Good morning, ma'am. Good morning. Assalamu alaikum. Good morning, ma'am. Good morning. Okay. Maximum എല്ലാവരും വീഡിയോ മോഡിൽ വരിക. Thank you so much for joining. So ഇന്നത്തെ ടോപ്പിക് നമ്മള് പോസിറ്റീവ് പാരന്റിങ് ആണ്. സോ ഇതിൽ എത്ര പേര് പാരന്റ്സ് ആയിട്ടുള്ളവരുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ മീന്ന്. മോസ്റ്റ്ലി കുറെ പേരുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, മീ. ഓക്കെ, കുറെ പേരുണ്ട് അല്ലേ? സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. ആസ് എ പാരന്റ് നിങ്ങൾക്ക് എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഫ്രം യുവർ ചിൽഡ്രൻ? ഒന്ന് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ. പെട്ടെന്നുള്ള ദേഷ്യം, യെസ്, വാശി. വേറെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യാറ്? മൊബൈൽ ഫോൺ, യെസ്, മൊബൈൽ ഫോൺ അഡിക്ഷൻ. പ്രത്യേകിച്ച് ന്യൂജൻ മക്കളെ ഒന്ന് അവരെ പാരന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ ഒരുപാട് അവയർനെസ് വേണം. ഈ പാരന്റിങ് എന്നുള്ളൊരു കുട്ടികളുടെ വാശി, ദേഷ്യം, മടി, മൊബൈൽ അഡിക്ഷൻ, ഓക്കെ, നിരാശ, ആൻഡ് അവർക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടാകും. സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പാരന്റിങ് എന്നുള്ളത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഇപ്പോഴത്തെ ഒരു ജനറേഷന്. സോ അക്കോർഡിംഗ് ടു യു, നിങ്ങളുടെ അഭിപ്രായത്തിൽ എപ്പോഴാണ് ഒരാള് പാരന്റിങ് പഠിക്കേണ്ടത്? എപ്പോഴാണ്? ബിഫോർ ഡെലിവറി. അമ്പിളി മാം പറയുന്നു ബിഫോർ ഡെലിവറി. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എപ്പോഴാണ് ഒരാള് പാരന്റിങ്ങിനെ പറ്റി പഠിക്കേണ്ടത്? ബിഫോർ മാരേജ്. രാഹിൽ, ബിഫോർ മാരേജ്. കറക്റ്റ് ആണ് പറയുന്നത്. ഒരാള് പാരന്റ് ആവണം എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ പാരന്റിങ് എന്താണ്, മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ഐഡിയ വേണം. അതിനെ പറ്റിയിട്ടുള്ള ഒരു നോളേജ് കിട്ടുന്നത് ഇപ്പോഴത്തെ കാലത്ത് നല്ലതാണ്. ആൻഡ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് പാരന്റ് ആവാൻ തീരുമാനിക്കാത്ത, പാരന്റ് ആവണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അവരെ ഡെസിഷൻസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ബിഫോർ ബാക്കിയുള്ളവര് പാരന്റിങ് എന്താണ്, അത് മക്കളെ എങ്ങനെ വളർത്തണം, അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് നോളേജ് ഉണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അല്ലേ? പാരന്റിങ് ക്ലാസ്സസ് മുന്നേ അറ്റൻഡ് ചെയ്തവരുണ്ടോ? ഒരുപാട് അവയർനെസ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ കേൾക്കണം. നമ്മളെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ഐഡിയ നമ്മൾക്ക് വേണം. സോ യെസ്, മോസ്റ്റ്ലി എല്ലാവരും ഒരു പെർഫെക്റ്റ് പാരന്റ് ആവാനാണ് ശ്രമിക്കാറ് അല്ലേ? ഒരു പെർഫെക്ഷനിസം കൊണ്ടുവരാറുണ്ട്. പക്ഷെ ആ പെർഫെക്റ്റ് പാരന്റ് ആവാൻ ശ്രമിക്കുന്നിടത്ത് നമ്മൾ പലപ്പോഴും തളരാറുണ്ട്. ആ സ്ട്രെസ് ലെവൽ കൂടിയിട്ട് നമ്മൾ തന്നെ ഡ്രെയിൻ ആവാറുണ്ട്. കുറച്ച് പേരൊന്ന് വീഡിയോ മോഡ് ഓൺ ആക്കിയിടും, ജസ്റ്റ് ആരും കാണുന്നില്ല. താങ്ക് യു ജോസഫ് സർ. ഈ പെർഫെക്റ്റ് പാരന്റിങ്ങും പോസിറ്റീവ് പാരന്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഈ പെർഫെക്റ്റ് പാരന്റ് എന്ന് പറയുന്നത് അവര് എല്ലാം കറക്റ്റ് ടൈമിന് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അവരും ചെയ്യണം, മക്കളും ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവർക്ക് ഉണ്ടാകും. പക്ഷെ പോസിറ്റീവ് പാരന്റിങ്ങിൽ എന്താണെന്ന് വെച്ചാല് മക്കൾക്ക് എന്താണോ ബെസ്റ്റ് അതായിരിക്കും അവർ ചെയ്യുക. അതിൽ തെറ്റുകൾ സംഭവിക്കാം, ബട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് മക്കൾക്ക് ഏതാണോ നല്ലത് അതാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ പെർഫെക്റ്റ് പാരന്റിങ്, അവർക്ക് ഒരു മിസ്റ്റേക്കും പാടില്ല, മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല. അവരും മിസ്റ്റേക്ക് ചെയ്യരുത്, മക്കളും മിസ്റ്റേക്ക് ചെയ്യരുത്. പെർഫെക്റ്റ് ആവണം അവരുടെ പാരന്റിങ്.
പക്ഷെ പോസിറ്റീവ് പാരന്റിങ്ങിൽ അവര് മക്കളെ വളർത്തുന്നതിലൂടെ അവരും പഠിക്കുകയാണ്. മക്കളിൽ നിന്ന് നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ദി ഫോക്കസസ് ഓൺ ലേണിംഗ് ആൻഡ് ഗ്രോയിങ് വിത്ത് ദ ചൈൽഡ്. ഓക്കെ. പിന്നെ പെർഫെക്റ്റ് പാരന്റിങ് എന്താ വെച്ചാൽ അവർക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അവരിൽ നിന്നും മക്കളിൽ നിന്നും ഭയങ്കര അൺറിയലിസ്റ്റിക്സ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഒരുപാട് എക്സ്പെക്ട് ചെയ്യും അവര്. മക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള എക്സ്പെക്ടേഷൻസ് അവർക്ക് ഉണ്ടാകും. പക്ഷെ ഈ പോസിറ്റീവ് പാരന്റിങ്ങിൽ അവർക്ക് അറിയാം എന്റെ മക്കൾക്ക് ഇത്രേ ഉള്ളൂ പറ്റുകയെന്ന്. സോ അതിനുള്ളത് അവര് അങ്ങോട്ട് കൊടുക്കും ചെയ്യും. അവരത് എക്സ്പെക്ട് ചെയ്യും. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അത്ര മക്കളുടെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും അവർ എക്സ്പെക്ടേഷൻ ഉണ്ടാവുക. പിന്നെ അവരുടെ മക്കളുടെ ഇംപെർഫെക്ഷൻസ്, ഫ്ലോസ് എല്ലാം അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ പെർഫെക്റ്റ് പാരന്റിങ്ങിൽ എന്താന്ന് വെച്ചാല് അവർ വിചാരിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നടന്നില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാകും. എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, എന്റെ മക്കൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ. പക്ഷെ പോസിറ്റീവ് പാരന്റിങ്ങിൽ എന്താ വെച്ചാൽ അവര് വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ, തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ തെറ്റുകൾ അവര് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് കാണുക. പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് പോസിറ്റീവ് പാരന്റിങ്ങിലുള്ള പാരന്റ്സ് കാണുക. പിന്നെ പെർഫെക്റ്റ് പാരന്റിങ്ങിൽ എന്താന്ന് വെച്ചാൽ അവര് കൂടുതലും കൺട്രോൾ ചെയ്യും. മക്കളെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുക. കാരണം കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആവണം. അതിന് അവരെ വിചാരം അവര് കൺട്രോൾ ചെയ്താലേ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവുകയുള്ളൂ എന്നാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ പോസിറ്റീവ് പാരന്റിങ്ങിൽ അവര് ഫോക്കസ് കൊടുക്കുന്നത് കണക്ഷനിലാണ്. ആ ഒരു നല്ലൊരു കണക്ഷൻ ആൻഡ് ബോണ്ട് മക്കളുമായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. മക്കളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും ആണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ പെർഫെക്റ്റ് പാരന്റിങ്ങിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു മിസ്റ്റേക്കും ഉണ്ടാക്കാൻ പാടില്ല. എന്റെ പാരന്റിങ്ങിൽ ഞാനും എന്റെ മക്കളും ഒരു മിസ്റ്റേക്കും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ പോസിറ്റീവ് പാരന്റിങ്ങിൽ ഐ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ഞാൻ മനുഷ്യനാണ്, എന്റെ മക്കളും മനുഷ്യന്മാരാണ്, വി ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. പക്ഷെ അത് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു റെക്ടിഫൈ ഇറ്റ്. അത് തിരുത്താനുള്ള കാര്യങ്ങൾ അവർ നോക്കും. അതിൽ അവർ ഗിൽറ്റ് ഫീൽ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. അവർ എങ്ങനെയൊക്കെ ഈ മിസ്റ്റേക്ക് ഉണ്ടായി, ഇത് ഞാൻ എങ്ങനെ തിരുത്തും, എന്റെ മക്കൾക്ക് ഞാൻ ഇതെങ്ങനെ തിരുത്തി കൊടുക്കും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ജഗ്ഗിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. സോ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ടേബിളിൽ കുറച്ച് വെള്ളം പോയി. ഒരു പെർഫെക്റ്റ് പാരന്റ് ആണെങ്കിൽ അവർ ഷൗട്ട് ചെയ്യും, നീ എന്താണ് കെയർഫുൾ ആവാത്തത്, എപ്പോഴും ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്, നിനക്ക് ഒരു കാര്യം നേരം പോലെ ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് കുട്ടിനെ കുറ്റപ്പെടുത്താൻ നോക്കും. പക്ഷെ ഒരു പോസിറ്റീവ് പാരന്റിങ് ആണെങ്കിൽ അവർ പറയും ഓക്കെ ഇറ്റ്സ് ഓക്കെ, വെള്ളം പോയില്ലേ, അത് സംഭവിക്കാം, തെറ്റുകൾ മീൻസ് സ്പില്ലാകാം, വെള്ളം സ്പില്ലാകാം, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് ക്ലീൻ ടുഗെദർ, നമ്മൾ ഒരുമിച്ച് അത് ക്ലീൻ ആക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോ ദർ ഇസ് നോ സച്ച് തിങ് ആസ് പെർഫെക്റ്റ് പാരന്റ്. പെർഫെക്റ്റ് പാരന്റ് എന്നുള്ളൊരു സംഭവം ഇല്ല. പോസിറ്റീവ് പാരന്റിങ് ആക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? യെസ് മാഡം. ഓക്കെ, പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത് ബിൽഡിംഗ് സ്ട്രോങ് ഹെൽത്തി ആൻഡ് ഹാപ്പി റിലേഷൻഷിപ്പ് വിത്ത് യുവർ ചിൽഡ്രൻ. ആ മക്കളുമായിട്ട് ഒരു സ്ട്രോങ് ആൻഡ് ഹെൽത്തി റിലേഷൻ ബിൽഡ് ചെയ്യുന്നതാണ് പോസിറ്റീവ് പാരന്റിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ആദ്യം കുട്ടികളുടെ ഓരോ ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങളുടെ ഒരു അവയർനെസ് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇൻഫൻസ് എന്ന് പറയുന്നത് 0 to 1 year ആണ്. ഓക്കെ, ടോഡ്ലർ എന്ന് പറയുന്നത് 1 to 3 years. സ്കൂളിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഉള്ള ഒരു ഏജ് 1 to 3 years എന്ന് പറയുന്നത് ടോഡ്ലേഴ്സ്. പിന്നെ പ്രീ സ്കൂളർ എന്ന് പറയുന്നത് 3 to 5 years. പിന്നെ സ്കൂൾ ഏജ് ചൈൽഡ്, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളിൽ 6 to 12 years. 6 to 12 years.
പിന്നെ അഡോൾസൻസ് ഓർ ടീനേജ് 13 to 18 ഇയേഴ്സ്. ഇപ്പൊ 13ന്റെ മുന്നേ തന്നെ ടീനേജ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഏജ് ഇതാണ് 13 to 18 ഇയേഴ്സ്. പിന്നെ ഒരുപാട് ജനറേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ പുതിയതായിട്ട് ഓരോ പേരുകൾ വന്നിട്ടുണ്ട്. സോ ആ പേരുകൾ എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറയാം. ജനറേഷൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ സൈലന്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1928 to 45, 1945 വരെയാണ് സൈലന്റ് ജനറേഷൻ എന്ന് പറയാം. ദെൻ ബേബി ബൂമേഴ്സ് 1946 to 1964, 1946 to 1964 ബേബി ബൂമേഴ്സ് എന്ന് പറയും. ദെൻ ജനറേഷൻ എക്സ് അല്ലെങ്കിൽ ജെൻ എക്സ് എന്ന് പറയുന്നത് 1965 to 1980. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് ഒരു അവയർനെസ് കിട്ടുന്നത് നല്ലതാണ്. സോ അതിനു വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഏത് ജനറേഷൻ ആണ് എന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ജെൻ എക്സ് എന്ന് പറയുന്നത് 1965 to 1980. ദെൻ മില്ലേനിയൽസ് അല്ലെങ്കിൽ ജെൻ വൈ എന്ന് പറയുന്നത് 1981 to 1996. to 1996. Then Generation Z അല്ലെങ്കിൽ Gen Z എന്ന് പറയുന്നത് 1997 to 2012. 1997 to 2012. Then Generation Alpha അല്ലെങ്കിൽ Gen Alpha എന്ന് പറയുന്നത് 2013 to 2024. പിന്നെ ജനറേഷൻ ബീറ്റ 2025 to 2039. നിങ്ങൾ ഏത് ജനറേഷനിൽ പെട്ടതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. Okay, so what is positive parenting? A nurturing and respectful approach to raising children. നമ്മൾക്ക് അഡൽട്സിന് മാത്രമല്ല നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നത്, ഒരു ചെറിയ കുട്ടിക്കും റെസ്പെക്ട് ആവശ്യമാണ്. സോ ആ ഒരു നർച്ചറിങ് മൈൻഡോടെ റെസ്പെക്ട്ഫുൾ ആയിട്ട് മക്കളെ വളർത്തുന്നതാണ് പോസിറ്റീവ് പാരന്റിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൂടുതൽ ഫോക്കസസ് ഓൺ ഗൈഡൻസ് റാദർ ദാൻ പണിഷ്മെന്റ്. നമ്മൾ മക്കളെ ഗൈഡ് ചെയ്യാണ് വേണ്ടത്, മക്കൾ നമ്മളിലൂടെയാണ് വളരേണ്ടത്. പക്ഷെ അതിലൊരു പണിഷ്മെന്റ് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ അവരെ ഗൈഡ് ചെയ്യുന്ന കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ എൻകറേജസ് ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അവരുടെ എല്ലാ ഡെവലപ്മെന്റും ഇമോഷണൽ ആയാലും സോഷ്യൽ ആയാലും കോഗ്നിറ്റീവ് ആയാലും ആ ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. സോ അതൊക്കെ എൻകറേജ് ചെയ്യുന്ന ഒരു പാരന്റിങ് ആയിരിക്കണം പോസിറ്റീവ് പാരന്റിങ് എന്ന്. ദെൻ സ്ട്രെങ്തൻസ് ദ പാരന്റ് ചൈൽഡ് ബോണ്ട്. പാരന്റും ചൈൽഡും തമ്മിലുള്ള ഒരു ബന്ധം അത് കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് പോസിറ്റീവ് പാരന്റിങ് ചെയ്യുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാല് പ്രൊമോട്ട്സ് ഹെൽത്തി ഇമോഷണൽ ഗ്രോത്ത്. മക്കൾക്ക് ഇപ്പോൾ ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല, അത് നമ്മൾ ഗൈഡ് ചെയ്യണം. സോ ഹെൽത്തി ആയിട്ട് അവർക്ക് ഇമോഷണലി ഗ്രോ ചെയ്യാൻ സാധിക്കും. നമ്മൾ പോസിറ്റീവ് പാരന്റിങ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ their emotional growth will be healthy. ഇതിൽ നെക്സ്റ്റ് ഇസ് ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. മക്കൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. എൻ്റെ പാരന്റ് ഒരു പോസിറ്റീവ് ആയിട്ട് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് വാല്യൂ അതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ദെൻ എൻഹാൻസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ്. ഇപ്പൊ പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുമ്പോൾ അവർക്കൊരു സേഫ്റ്റി ഫീലിംഗ് തോന്നും. എൻ്റെ പാരന്റിന്റെ അടുത്ത് എനിക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും, ഒന്നും മറച്ചു വെക്കാതെ അവർക്ക് സംസാരിക്കാനുള്ള ഒരു സേഫ് സ്പേസ് പാരന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ട്രസ്റ്റ് അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കണം. എന്നെ വിശ്വസിക്കാം, എൻ്റെ അടുത്ത് എന്ത് കാര്യം വന്ന് തുറന്ന് സംസാരിക്കാം എന്നുള്ളൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ റെഡ്യൂസസ് ബിഹേവിയറൽ പ്രോബ്ലംസ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ വാശി, ദേഷ്യം, ആ കാര്യങ്ങളിലൊക്കെ ഈ ഒരു പോസിറ്റീവ് പാരന്റിങ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ബിഹേവിയറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബലി അല്ലെങ്കിൽ ഫിസിക്കലി അവർ ഫൈറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ പറയുന്നതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് അവർ ചെയ്യും. അല്ലെ, ചില മക്കൾ അങ്ങനെയാണ്, എന്താ പറഞ്ഞത് അതിന്റെ വിപരീതം അവർ ചെയ്യും. ദെൻ ചിലർ അറ്റൻഷൻ സീക്കിങ് ഉണ്ടാവും, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മക്കള് ഓരോ ടാൻട്രംസ് കാണിക്കും.
പിന്നെ ചിലരുണ്ടാവും ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടിരിക്കും, ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു ഡിഫിക്കൽട്ടി ചില മക്കൾക്ക് ഉണ്ടാകും. ഈ ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ പോസിറ്റീവ് പാരന്റിങ് കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ദെൻ ക്രിയേറ്റ്സ് എ സെക്യൂർ ആൻഡ് ലവിങ് എൻവയൺമെന്റ്. നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നാൽ നമ്മളുടെ വീട് ഒരു പോസിറ്റീവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഓൾസോ ഫീൽ ലൈക്ക് അവരൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാകും, അവർക്കും ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഇതാണ് പോസിറ്റീവ് പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ മക്കളുടെ ബെനിഫിറ്റ്സ് എന്താ, മക്കൾക്ക് ഈ പോസിറ്റീവ് പാരന്റിങ് കൊണ്ടിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് വെച്ചാൽ ബെറ്റർ ഇമോഷണൽ റെഗുലേഷൻസ്. ഇപ്പൊ മക്കൾക്ക് ഇമോഷൻസ് വന്നാൽ അത് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നറിയില്ല. സോ ഒരു പോസിറ്റീവ് പാരന്റ് ആണെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാവും, മക്കളുടെ ഇമോഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാകും. സോ ഈ മക്കള് ആ ഒരു സേഫ്റ്റി ഫീലിംഗ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് വന്ന് പറയും എനിക്ക് ഇന്ന ഫീലിങ്സ് ഉണ്ട്. സോ അവർ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ പാരന്റ്സിന് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഈ ഇമോഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അവർക്ക് സെൽഫായിട്ട് തന്നെ ഇനി ഇമോഷൻസ് വരുമ്പോൾ അവർക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. നെക്സ്റ്റ് സ്ട്രോങ്ങർ സോഷ്യൽ സ്കിൽസ്. മറ്റുള്ളവരായിട്ട് പെരുമാറുന്ന രീതി അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ സാധിക്കും, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആവും. നെക്സ്റ്റ് ഇംപ്രൂവ്ഡ് അക്കാഡമിക് പെർഫോമൻസ്. അവര് സ്റ്റഡീസിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും, കാരണം പാരന്റിന്റെ സപ്പോർട്ട് അത്രയ്ക്കും ഉണ്ടല്ലോ, പോസിറ്റീവ് ആയിട്ടുള്ള പാരന്റ് ആണ്. സോ ദേ ക്യാൻ പെർഫോം വെൽ ഇൻ അക്കാഡമിക്സ്. ദെൻ ഗ്രേറ്റർ റെസിലിയൻസ് ആൻഡ് കോൺഫിഡൻസ്. അവരുടെ കോൺഫിഡൻസ് കൂടും. അവർക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. മീൻസ് ഹൗ ടു ഓവർകം ദാറ്റ് ചാലഞ്ച് എന്നുള്ള കാര്യം അവർക്ക് സാധിക്കുന്നതായിരിക്കും വിത്ത് ദ പാരന്റ് സപ്പോർട്ട്. ദെൻ ഹെൽത്തി റിലേഷൻഷിപ്സ് ഇൻ അഡൾട്ട്ഹുഡ്. ചെറുപ്പത്തിൽ നല്ലൊരു പാരന്റിങ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പാരന്റിങ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വലുതായാലും ആ പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആകും. ഒരു അഡൾട്ട് ആവുമ്പോഴും അവർ ആ പോസിറ്റിവിറ്റി അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ പാർട്ട്ണറായിട്ട് നന്നായിട്ട് പെരുമാറാൻ സാധിക്കും, അവരുടെ വർക്കിൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. സോ പോസിറ്റീവ് പാരന്റിങ് അവരുടെ അഡൾട്ട് ലൈഫിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും. ഇനി ഞാൻ പറഞ്ഞ ഓരോ കുട്ടികളുടെയും ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ് കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയും, അതായത് അവരുടെ തിങ്കിങ് കപ്പാസിറ്റി അത് ഓരോ ഏജിൽ എങ്ങനെയാണെന്ന് ആസ് എ പാരന്റ് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. സോ യങ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 0 to 5 years അവരെങ്ങനെയാണ്, അവർ ഭയങ്കര സോളിഡ് ആയി കോൺക്രീറ്റ് ആയിട്ടായിരിക്കും ചിന്തിക്കുക. അവർക്ക് എന്താണോ കാണാൻ പറ്റുന്നത്, അവർക്ക് എന്താണോ ടച്ച് ചെയ്യാൻ പറ്റുന്നത്, അതിലായിരിക്കും അതിന്നായിരിക്കും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുക. So what they understand what they can see and touch. Okay, then school age children, that is 6 to 12 years, begin logical reasoning and problem solving. അവർ ലോജിക്കൽ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. 6 to 8 സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുവെച്ചെങ്കിൽ അവർ ലോജിക്കൽ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാനുള്ള വഴികൾ അവർ നോക്കും. ഓക്കെ, അവരുടേതായിട്ടുള്ള വഴികൾ അവർ കണ്ടുപിടിക്കും. Then next is adolescents, 13 to 18 years. അവർ എല്ലാ വഴികളിലൂടെയും ചിന്തിക്കും. They imagine future possibilities and question rules. ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഡിഫറെന്റ് ആംഗിൾസിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യും, ഇത് എന്തുകൊണ്ടാണ് ഈ റൂള് വന്നത്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും ചില സമയത്ത്. സോ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തോന്നും, എന്ത് പറഞ്ഞാലും ഇതെന്താണ് ഇങ്ങനെ, അവർക്കൊരു റീസൺ കിട്ടണം. വൈ ആർ ദേ ഫോളോയിങ് ദ റൂൾസ്, അവർക്ക് എല്ലാത്തിനും ആൻസേഴ്സ് വേണം. ഓക്കെ, അതാണ് ടീനേജ് ഗ്രൂപ്പുകളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ദെൻ ഇമോഷണൽ ഡെവലപ്മെന്റ്, മക്കളുടെ ഇമോഷൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് എന്ന് നോക്കാം. ഇൻഫൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 0 to 1 or 3 years. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കരച്ചിലൂടെയാണ്. ഇൻഫൻസ് എക്സ്പ്രസ് നീഡ്സ് ത്രൂ ക്രൈയിങ്. നമുക്കറിയാലോ ചെറിയ കുട്ടികൾ കരയുന്നത് വിശന്നിട്ടാണ് എന്നൊക്കെ പറയുമല്ലോ. സോ അവരുടെ എക്സ്പ്രഷൻ എന്താ വെച്ചാൽ കരയാണ്. ദേ എക്സ്പ്രസ് നീഡ്സ് ത്രൂ ക്രൈയിങ്. ദെൻ നെക്സ്റ്റ് ഇസ് ടോഡ്ലേഴ്സ്. ടോഡ്ലേഴ്സ് ബിഗിൻ നെയിമിങ് ഇമോഷൻസ് ബട്ട് കാൺ റെഗുലേറ്റ് ദം. അവർക്ക് അവരുടെ ഇമോഷൻസിനുള്ള പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ദേഷ്യം വരികയാണ് അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കരയാൻ പറ്റും, ദേഷ്യം കാണിക്കാൻ പറ്റും.
പക്ഷെ അത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. ഓക്കെ, ദെൻ സ്കൂൾ ഏജ് ചിൽഡ്രൻ start to manage frustration and disappointment with adult support. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫ്രസ്ട്രേഷൻ വരും, ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് അത് പറയാനും അഡൾട്ടിന്റെ മീൻസ് പാരന്റിന്റെ സപ്പോർട്ട് എടുക്കാനും സാധിക്കും. അവർക്ക് അത് ആ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയും, എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്, ദേഷ്യം വരുന്നുണ്ട്, ഇത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അഡൾട്ടിന്റെ സപ്പോർട്ടോടെ അവർക്ക് ചെയ്യാൻ സാധിക്കും. Then adolescents often feel intense emotions but gradually learn coping strategies. ടീനേജ് അല്ലെങ്കിൽ അഡോൾസൻസ് എന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഡീപ്പായിരിക്കും. അവരുടെ ഇമോഷൻസ് ഭയങ്കര ഡീപ്പായിട്ട് ഫീൽ ചെയ്യും. അതൊരു ഡിഫിക്കൽട്ട് ഏജ് ആണ്. ടീനേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ഏജ് ആണ്. ചിലർ അവർ എക്സ്പ്രസ് ചെയ്യില്ല, അവരുള്ളിൽ അടക്കി വെക്കും. പക്ഷെ ഒരു പോസിറ്റീവ് പാരന്റിങ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇമോഷൻസ് അവർ ഓപ്പൺ ആയിട്ട് പറയും. ഓക്കെ, ദെൻ അവര് ഇപ്പൊ പറയാത്തവര് അവരെന്നെ അവർ കോപ്പ് ചെയ്യാൻ അവരുടെ ഇമോഷൻസ് അവർ വഴി തന്നെ അവര് അത് ഓവർകം ചെയ്യാനും ഒരു കോപ്പിംഗ് മെക്കാനിസം അവർ തന്നെ കണ്ടുപിടിക്കും ടീനേജേഴ്സ്. ഓക്കെ, ഇതാണ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യലി അവരുടെ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏർലി ഇയേഴ്സ് ഇൻഫാൻസ് ആൻഡ് ടോഡ്ലേഴ്സ് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പാരലൽ പ്ലേ അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് വിതൗട്ട് മച്ച് ഇന്ററാക്ഷൻസ് അവർ കളിക്കും. അവർക്കൊരു ടോയ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കും. അപ്പോൾ അടുത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ അവർ അതിനായിട്ട് മിങ്കിൾ ചെയ്യാൻ നോക്കില്ല, അവർ സെൽഫ് ആയിട്ടുള്ള ഒരു കളി, അവർ ആ ടോയ്സിനായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കളിക്കുകയാണ് ചെയ്യുക. അധികം മിങ്കിൾ ചെയ്യാനൊന്നും ശ്രമിക്കില്ല. ദെൻ ലേറ്റർ ചൈൽഡ്ഹുഡ് ആ ഒരു സ്കൂൾ ഏജ് ഗ്രൂപ്പിലൊക്കെ കുട്ടികൾക്ക് അവരെന്താ വെച്ചാൽ കോപ്പറേറ്റീവ് പ്ലേ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ്, ടീം വർക്ക്, അവര് മിങ്കിൾ ചെയ്യും, മറ്റേ മക്കളുമായിട്ട് മിങ്കിൾ ചെയ്യും, അവര് ടീമായിട്ട് കളിക്കും, നല്ല നല്ല ഫ്രണ്ട്സുകളെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഏജ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അഡോൾസൻസ് സീക്കിംഗ് ഐഡന്റിറ്റി, ഇൻഡിപെൻഡൻസ്, പിയർ ഇൻഫ്ലുവൻസ് ബിക്കംസ് പവർഫുൾ. ഓക്കെ, അഡോൾസൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏജ് ആണ്. അവർക്ക് അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഏജ് ആണ് അത്. ഐഡന്റിറ്റി എന്താണെന്ന് അവർക്കിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഏജ് ആണ്. അവർക്ക് ഫ്രീഡം വേണ്ടി വരും. പിന്നെ അവർക്കൊരു പിയർ ഗ്രൂപ്പ്, ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള കുറച്ച് കുട്ടികൾ ഉണ്ടാവും. ആ ഒരു ഏജ് ഗ്രൂപ്പിനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഫ്രണ്ട്സുകളുടെ അഭിപ്രായങ്ങൾ, അതായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇതാണ് സോഷ്യൽ ഡെവലപ്മെന്റ്. പിന്നെ ഒരുപാട് കോമൺ മിത്സ് അബൌട്ട് ചൈൽഡ് ബിഹേവിയർ. കുട്ടികളുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് തെറ്റിദ്ധാരണകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന അതും കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ എന്താണ്, നിങ്ങൾ കേട്ട തെറ്റിദ്ധാരണകൾ എന്താണ്, അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഫസ്റ്റ് ഇസ് ചിൽഡ്രൻ മിസ്ബിഹേവ് ടു ഗെറ്റ് അറ്റൻഷൻ ഓർ അനോയ് അഡൾട്ട്സ്. മക്കള് മിസ്ബിഹേവ് ചെയ്യുന്നത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാരന്റ്സിനെ ബുദ്ധിമുട്ടാക്കാനോ ഇറിറ്റേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ ചില സമയത്ത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മിസ്ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല. ബിഹേവിയർ എന്ന് പറയുന്നത് അതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ബിഹേവിയർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അവരുടെ ആ ഒരു misbehavior. The tantrum might mean I am tired, I am overwhelmed, or I need help expressing my feelings. അവരുടെ ഓരോ മിസ്ബിഹേവിയറും നമ്മൾക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അവർ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത പലതും അവർ ഈ ടാൻട്രം കാണിച്ചിട്ടായിരിക്കും പറയുക. ഒന്നല്ലെങ്കിൽ എനിക്ക് വയ്യ, ഞാൻ ആകെ ഓവർവെൽഡ് ആണ്, എനിക്ക് സഹായം വേണം എന്ന് ഇൻഡയറക്ട്ലി പറയുന്നതാണ് ഓരോ മിസ്ബിഹേവിയറും. അത് പാരന്റ്സ് ആസ് എ പാരന്റ് നമ്മളത് മനസ്സിലാക്കണം. Then good parents never lose patience. പാരന്റ്സ് എന്ന് പറയുന്ന റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓൾ പാരന്റ്സ് ഫീൽ സ്ട്രെസ്ഡ്. പാരന്റ്സിനും അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അവരും സ്ട്രെസ്ഡ് ഔട്ട് ആകും. അവരുടെ വർക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫ്, റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, പാർട്ട്നേഴ്സ്, അതിൻ്റെ ഒക്കെ പ്രോബ്ലംസ് പാരന്റ്സിനും ഉണ്ടാകും. സോ എപ്പോഴും അവർ പേഷ്യന്റ് ആയിട്ട് ഇരിക്കണം എന്നില്ല. ഓക്കെ, സോ അവരും അവരുടെ പേഷ്യൻസ് ലെവൽ മെല്ലെ ഡ്രോപ്പ് ആവാനുള്ള സാധ്യതകളുണ്ട്. സോ
So what matters is how adults recover, repair, and model calmness afterward. So as a parent, നമ്മളുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഒരു കാം ആയിട്ടുള്ള പാരന്റിനെ ഒരു കാം ആയിട്ടുള്ള മക്കളെ വളർത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ആസ് എ പാരന്റ് നിങ്ങളെ കപ്പ് ഫുള്ളാണ്, ഭയങ്കര ഇമോഷൻസും സ്ട്രെസ്സും ആയിട്ട് നിങ്ങളുടെ കപ്പ് ഫുൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് റിഫ്ലക്റ്റ് ആവുക. നിങ്ങളുടെ സ്ട്രെസ്സും ആങ്കറും ഫ്രസ്ട്രേഷനും അതാണ് മക്കളിലേക്ക് റിഫ്ലക്റ്റ് ആവുക. പക്ഷെ ഇതൊക്കെ ഹീൽ ചെയ്തിട്ട് നിങ്ങൾ റിലാക്സ് ആയി നിങ്ങളുടെ ഉള്ളില് സെൽഫ് ലവ് നന്നായിട്ട് നിറയ്ക്കുക, ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഹീൽ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നതും മക്കൾക്ക് കൊടുക്കുന്നതും ആ സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളും ആയിരിക്കും. സോ മക്കളും തന്നെ റിലാക്സ് ആകും. ഫസ്റ്റ് ഇസ് ടു ഹീൽ യുവർ സെൽഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ മേക്സ് ചിൽഡ്രൻ സ്ട്രോങ്ങർ. നന്നായി ഡിസിപ്ലിൻ ആവശ്യമാണ്, പക്ഷെ അത് ഹാർഷ്നെസ് മേ ക്രിയേറ്റ് ഫിയർ, ബട്ട് ഇറ്റ് റെയർലി ടീച്ചസ് സെൽഫ് കൺട്രോൾ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഡിസിപ്ലിൻ മക്കൾ ഈ ഒരു ഡിസിപ്ലിൻ തന്നെ ഫോളോ ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കളെ കൂടുതൽ ഡിസിപ്ലിൻ ആൻഡ് സ്ട്രോങ് ആക്കുകയല്ല ചെയ്യുന്നത്. അവരിലൊരു ഫിയർ, ഒരു പേടി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വാംത്ത് ആൻഡ് സ്ട്രക്ചർ helps children learn to manage themselves. നമ്മളൊരു ഭയങ്കര റിലാക്സ് ആയിട്ട് കാം ആയിട്ട് ഒരു വാം ബിഹേവിയർ ആണ് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതെങ്കിൽ അവർ തന്നെ പഠിക്കും, അവർ മാനേജ് ചെയ്യാൻ അവർ തന്നെ പഠിക്കും. ഫോർ എക്സാമ്പിൾ, when a child whines or refuses instructions, instead of asking why are they doing this to me, ask what is this behavior telling me about what they need. ഇപ്പൊ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇന്ന കാര്യം ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ കുട്ടി അത് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, വാട്ട് ഈസ് ദിസ് ബിഹേവിയർ ടെല്ലിങ് മീ, അവരുടെ ആവശ്യത്തിന് അവർക്ക് എന്താണ് ആവശ്യം, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കണം. അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് അധികം ഹാർഷ് ആകാൻ പാടില്ല. Next is a child who is quiet and well behaved has no problems. നമ്മൾ കാണാറില്ലേ അടങ്ങി ഒതുങ്ങി സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന മക്കളെ, അവർക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് തെറ്റാണ്, അതൊരു തെറ്റിദ്ധാരണയാണ്. പലരും ആ ഒരു മക്കള് അവരുടെ ഇമോഷൻസ് അടക്കി സപ്രസ് ചെയ്ത് വെക്കുന്നതായിരിക്കാം. അവർക്ക് ആ ഒരു നല്ലൊരു എൻവയൺമെന്റ് ഇല്ല, നല്ലൊരു പോസിറ്റീവ് പാരന്റിങ് ഇല്ല എന്ന് വെച്ചെങ്കിൽ അവർ വിചാരിക്കും ഞാൻ എൻ്റെ ഇമോഷൻസ് ഒക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. എസ്പെഷ്യലി ടീനേജേഴ്സ്, അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു എൻവയൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യും, അവരുടെ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് പറയില്ല. ആൻഡ് സം ചിൽഡ്രൻ മേ ഹൈഡ് ദിയർ സ്ട്രഗിൾസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ മാക്സിമം അവർ ഹൈഡ് ചെയ്ത് വെക്കും. Emotional difficulties, anxiety, or low self-esteem can exist even when a child appears calm. പുറത്ത് നമുക്ക് ഭയങ്കര കാം ആയിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന മക്കളായിരിക്കും കാണുക, പക്ഷെ അവരുടെ ഉള്ളില് അവര് തന്നെ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ എല്ലാ ഭയങ്കര സൈലന്റ് ആയിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന മക്കള് എല്ലാരും അവർക്ക് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല. നെക്സ്റ്റ് ഇസ് ബാഡ് ബിഹേവിയർ മീൻസ് ബാഡ് പാരന്റിങ്. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. മക്കൾ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് പാരന്റ്സിന്റെ കുഴപ്പമാണ്, പാരന്റ്സ് നോക്കാത്തതാണ്. എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല. റിയാലിറ്റി ഈസ് ചൈൽഡ് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ടെമ്പറമെന്റ്, ഡെവലപ്മെന്റ് സ്റ്റേജസ്, എൻവയൺമെന്റ്, പിയർ റിലേഷൻഷിപ്സ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ്. ഒരു കുട്ടി മിസ്ബിഹേവ് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പാരന്റ്സിന്റെ കാര്യം മാത്രമല്ല, അവരുടെ ടെമ്പർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില മക്കളുണ്ട്. പിന്നെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ട്, ഓരോ ചൈൽഡിനും ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ട്, അതിന്റെ ഹോർമോൺസ് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതിലും അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജസ് ഉണ്ട്. പിന്നെ എൻവയൺമെന്റ്, പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സുകളുടെ ആ ഒരു ഇൻഫ്ലുവൻസ്, ദെൻ ലൈഫ് എക്സ്പീരിയൻസ്, അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസ്, പല ഫാക്ടേഴ്സും ആ ഒരു മിസ്ബിഹേവിയറിന് കാരണമാണ്.
ഇത്തരം തെറ്റിദ്ധാരണകളാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി പോസിറ്റീവ് പാരന്റിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലാണ് പ്രൈഡ് സ്കിൽ എന്ന് പറയുന്നത്. 5 ways to provide positive parenting. ഇതിൽ പ്രൈഡ് എന്ന് പറയുന്നത് P for praise. Give specific praise for positive behaviors. മക്കളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ആ ഒരു കാര്യം എന്താണോ ചെയ്തത് അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാം അവരുടെ അടുത്ത്. എക്സാമ്പിൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഗ്രേറ്റ് ജോബ് ഷെയറിങ് യുവർ ടോയ്സ്. നിങ്ങൾ ആ കുട്ടി ഒരു ടോയ് ആ ഫ്രണ്ടിന് കൊടുത്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തു പറയാം, ആ നല്ല കുട്ടി, നീ ടോയ്സ് അവനക്ക് കൊടുത്തല്ലോ. അവർ ചെയ്ത കാര്യം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഐ ലവ് ഹൗ പേഷ്യന്റ്ലി യു വെയിറ്റഡ്. ആ കുട്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ വല്ലവരും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേഷ്യൻസിനെ എടുത്ത് പറയണം. ഐ ലവ് ഹൗ പേഷ്യന്റ്ലി യു വെയിറ്റഡ്. ഇതെന്താന്ന് വെച്ചാൽ ദിസ് ബിൽഡ് സെൽഫ് എസ്റ്റീം ആൻഡ് എൻകറേജസ് ഡിസൈർഡ് ബിഹേവിയർ. കുട്ടികളുടെയൊക്കെ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം ഒന്ന് ഇൻക്രീസ് ആകും. പിന്നെ നമുക്ക് എന്ത് ബിഹേവിയർ ആണോ അവരിൽ വേണ്ടത്, ഇപ്പൊ പേഷ്യൻസ് ആണ് വേണ്ടതെങ്കിൽ ആ ഒരു ഡിസൈർഡ് ബിഹേവിയർ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ആ ഷെയറിങ് അബിലിറ്റി ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ ഒരു ഓക്കെ ഇന്ന ടോയ്സ് നീ ഷെയർ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു തോന്നല, ഓക്കെ ഞാൻ ഷെയർ ചെയ്താൽ എന്റെ പാരന്റ് എന്നെ അംഗീകരിക്കുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം അവർക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കൂടുതൽ വരികയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ബിഹേവിയർ ആണോ വേണ്ടത് ആ ബിഹേവിയറിൽ അവർ പെരുമാറുമ്പോൾ അത് എടുത്ത് ആ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് റിഫ്ലക്ഷൻ. റിപ്പീറ്റ് ഓർ പാരഫ്രേസ് വാട്ട് യുവർ ചൈൽഡ് സേസ്. ഒരു കുട്ടി വന്ന് പറയാണ്, ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടല്ലോ, ഐ ബിൽഡ് എ ബിഗ് ടവർ. ഞാൻ ഒരു വലിയ ടവർ ഉണ്ടാക്കി എന്ന് പറയുകയാണെങ്കിൽ പാരന്റ് പറയണം, യു ബിൽഡ് എ റിയലി ബിഗ് ടവർ. ഇതെന്താന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ അവരെന്തെങ്കിലും ചെയ്തിട്ട് നമ്മളടുത്ത് വരുമ്പോൾ ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവർ പറഞ്ഞ സെയിം വേർഡ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. ദിസ് ഷോസ് യു ആർ ലിസണിങ്, ദെയർബൈ എൻകറേജിങ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് ഡെവലപ്പ് ആവും. അവർക്ക് മനസ്സിലാവും, ഓക്കെ എന്റെ പാരന്റ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും തിരക്കിലായിരിക്കുമല്ലോ. സോ അവർ വല്ല ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുമ്പോൾ എനിക്കിപ്പോ കുറച്ച് പണിയാണ്, ഞാൻ പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ തള്ളി പറയരുത്. നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഈ കുട്ടികളുടെ ഈ ഒരു കുട്ടികൾ അപ്പോൾ വന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, വാട്ട് എവർ ദേ സേ വി ഹാവ് ടു ലിസൺ. അവർ പറയുന്നത് ഓക്കെ ഇന്ന കാര്യമാണ്, അതിനെ പറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് അത്ര ടൈം ഉണ്ടാവില്ലെങ്കിലും ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അവർക്ക് അത് മതി, നമ്മൾ അത് കാണുന്നുണ്ട്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ മതി. അതന്നെ അവർക്കൊരു വലിയ കാര്യമാണ്. സോ അത് നമ്മൾ റിഫ്ലക്ഷൻ പ്രാക്ടീസ് ചെയ്യണം. ദെൻ ഇമിറ്റേഷൻ. ജോയിൻ ഇൻ ആൻഡ് കോപ്പി യുവർ ചൈൽഡ്സ് പ്ലേ ഓർ ആക്ടിവിറ്റി. കുട്ടികളുടെ കൂടെ കളിക്കണം. അവരെന്താണോ ചെയ്യുന്നത് അവരുടെ കൂടെ ഇരുന്നിട്ട് കളിക്കുക. അല്ലെങ്കിൽ if your child is drawing, you draw alongside them. This shows interest in child's world. It strengthens connection and confidence. കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഡ്രോ ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കുട്ടികളുടെ ലോകവുമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടെ കൂടെ കളിക്കാനും ഡ്രോ ചെയ്യാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലാകും. സോ അത് കൂടുതൽ കണക്ഷൻ ബിൽഡ് ചെയ്യും. അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. എന്റെ പാരന്റ് എന്റെ കൂടെ ഉണ്ട്, എന്റെ കൂടെ കളിക്കുന്നുണ്ട്, വരക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്റെ പാരന്റ് എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും. സോ ആ ഒരു കണക്ഷൻ, ചൈൽഡ് പാരന്റ് കണക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രൈബ് വാട്ട് യുവർ ചൈൽഡ് ഇസ് ഡൂയിങ് ലൈക്ക് എ സ്പോർട്സ് കമന്റേറ്റർ. ഓക്കെ, മക്കൾ ഇങ്ങനെ കളിക്കുമ്പോൾ അവരെന്താണോ ചെയ്യുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ സൈഡ് ബൈ സൈഡ്, നമ്മൾ സ്പോർട്സിൽ കമന്റ് പറയില്ല, ഫുട്ബോളിലൊക്കെ കമന്റേറ്റർ പറയുമല്ലോ. സോ അതേപോലെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒപ്പം പറഞ്ഞുകൊണ്ട് പോവുക. അതിന് അവർക്കപ്പം മനസ്സിലാകും, ഓക്കെ ദിസ് ഷോസ് യു ആർ പേയിങ് അറ്റൻഷൻ, ഇറ്റ് ഇൻക്രീസ് ദ ചൈൽഡ്സ് അറ്റൻഷൻ സ്പാൻ.
നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ അറ്റൻഷനും കൂടി വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചില മക്കള് അറ്റൻഷൻ സീക്ക് ചെയ്യും, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്റെ പാരന്റ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ അറ്റൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. സോ അവർ അതേപോലെ തന്നെ അവരുടെ അറ്റൻഷൻ സ്പാനും കൂടും. അവരിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും, ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കിട്ടും. This also teach young children to learn new words and concepts such as shapes, sizes and numbers, colors. Okay, നമ്മൾ പറയുന്ന പുതിയ പുതിയ വേർഡ്സുകൾ, ഇപ്പൊ കളേഴ്സ് പഠിക്കാൻ പറ്റും, ഷേപ്സ്, സൈസ്, നമ്പേഴ്സ്, നമ്മളത് പറയാണല്ലോ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒപ്പം പറയുമ്പോൾ അവർ പുതിയ വേർഡ്സുകൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. നെക്സ്റ്റ് ഈസ് എൻജോയ്മെന്റ്. ഷോ ജെന്യുവൻ വാംത്, എക്സൈറ്റ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ്. നിങ്ങൾ ജെന്യുവൻ ആയിട്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കണം. അവർക്ക് തോന്നണം എൻ്റെ പാരന്റ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടണം. എക്സാമ്പിൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ സ്മൈൽ ആൻഡ് ലാഫ് ടുഗെദർ, യൂസ് എ വാം എൻകറേജിങ് ടോൺ. അവരുടെ കൂടെ കളിക്കുക, ചിരിക്കുക, വാട്ട് എവർ ദേ ആർ ഡൂയിങ് ഡു ഇറ്റ് അലോങ് വിത്ത് ദം. അവർക്ക് പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ടോൺ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം മക്കൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫേസ് എക്സ്പ്രഷൻ, നമ്മളുടെ ടോൺ എല്ലാം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ദേഷ്യത്തിൽ നിൽക്കുകയാണെന്നുവെച്ചെങ്കിൽ അവർക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയാൻ ഒരു മടി കാണും. ഓക്കെ, എൻ്റെ പാരന്റ്, എൻ്റെ മദർ അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്, അപ്പോൾ അവരടുത്ത് പോയിട്ട് സംസാരിക്കാൻ പറ്റില്ല, അവരുടെ മൂഡ് ശരിയല്ല എന്നുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവും. സോ നമ്മൾ മാക്സിമം നമ്മളുടെ മക്കളെടുത്ത് വളരെ കാമായിട്ട് വാം എൻകറേജിങ് ടോൺ യൂസ് ചെയ്യുക. നമ്മുടെ ടോണിനനുസരിച്ചിട്ടാണ് അവർ വന്നിട്ട് കാര്യങ്ങൾ പറയാം. സോ ഫസ്റ്റ് നമ്മൾ ആദ്യം കാമാക്കണം കേട്ടോ. നമ്മൾ സെൽഫ് ഹീലിംഗ് നന്നായിട്ട് ചെയ്യണം. ദെൻ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ, ആ ഒരു കാംനെസ്, വാംത്ത് ഒക്കെ നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാനും പറ്റും. ദിസ് ഹെൽപ്സ് ഇന്ററാക്ഷൻസ് പോസിറ്റീവ് ആൻഡ് മീനിങ്ഫുൾ, ഹെൽപ്പ് ചിൽഡ്രൻ ഫീൽ വാല്യൂഡ് ആൻഡ് ലവ്ഡ്. ഇത്രയും കാര്യങ്ങൾ, ഈ പ്രൈഡ് സ്കിൽസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അവർക്ക് ഒരു ഫീലിംഗ് കിട്ടും, എന്നെ പാരന്റ് സ്നേഹിക്കുന്നുണ്ട്, എന്നെ വാല്യൂ ചെയ്യുന്നുണ്ട്, എനിക്ക് റെസ്പെക്ട് തരുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളിൽ പാരന്റ്സിനും അതേപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പോലെ തന്നെ എൻ്റെ പാരന്റ്സിനും ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്ക് പലരും പറയും പാരന്റ്സിന് മക്കളുടെ അടുത്ത് സ്നേഹമുണ്ട്, പക്ഷെ അത് ഉള്ളിൽ അടക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യണം, അവർക്ക് ഫീൽ ചെയ്യണം എൻ്റെ പാരന്റ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യണം. സോ അതിനുള്ള ഒരു സ്കില്ലാണ് ഈ പ്രൈഡ് എന്ന് പറയുന്നത്. സോ ഇത് ക്ലിയർ ആയോ? മാഡം, ഈ ഡിസ്ക്രിപ്ഷനിലില്ലേ, അതിലിപ്പോ കുട്ടികളിപ്പോ എന്തെങ്കിലും ഒരു ഇപ്പോ ക്ലേ കൊണ്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ അതൊരു ഷേപ്പായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ മോട്ടിവേഷൻ ചെയ്താണോ പറയണ്ടത്? അതായത് ഇപ്പോ അതിന്റെ രൂപത്തില് അങ്ങനെ വരുന്നുണ്ട്, ഇതുപോലെ ചെയ്യണം, അങ്ങനെ എന്താണ് അതിലൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഡിസ്ക്രിപ്ഷനില്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ക്ലേ എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ അവർ ക്ലേ എടുക്കുന്ന തൊട്ട് തന്നെ അവരിങ്ങനെ റൗണ്ട് ആക്കുക അല്ലെങ്കിൽ ഷേപ്പ് ആക്കുക, അതൊക്കെ പറയുമ്പോൾ അവർ എന്ത് ഷേപ്പിലേക്കാണ് പോണത് എന്ന് പറഞ്ഞു കൊടുക്കുക. അവരുണ്ടാക്കുന്ന ഷേപ്പ് ഏത് സൈസിലേക്കാണ്, അത് റിപ്പീറ്റഡ് ആയിട്ട് അവർ സൈഡിൽ ഇരുന്ന് മോള് ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊരു റൗണ്ട് ആയിട്ട് വരുന്നുണ്ട്, ക്ലേന്റെ കളറ് ഒരു റെഡ് ആണെന്നുവെച്ചാൽ ഓക്കെ റെഡ് കളർ ക്ലേ ആണല്ലോ എടുത്തിരിക്കുന്നത്, അതിങ്ങനെ റൗണ്ട് ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അവര് കൂടുതൽ അത് റൗണ്ട് ആക്കാൻ നോക്കും. അത് ആണ് റൗണ്ട് ആണ് എന്നുള്ള ഷേപ്പ് അവർക്ക് കിട്ടി, കളറ് കിട്ടി. ഇനി അവർ അതേ എന്തെങ്കിലും ഒരു ഫേസ് ആണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഓക്കെ മോള് ഫേസ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അതിന് കണ്ണുണ്ടാക്കുക, അങ്ങനെ മൂക്ക് ഉണ്ടാക്കുക. സോ ഓരോന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സൈഡ് ബൈ സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് പുതിയ വേർഡ്സുകൾ കിട്ടും. ടീനേജുകാരാണ് ഇപ്പൊ ഒരു ചിത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാം അല്ലെ? യെസ്, അതെ. ഓക്കെ, താങ്ക് യു. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ പിന്നെ ടീനേജേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീനേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് മക്കൾക്കും പാരന്റ്സിനും. സോ ഈ പോസിറ്റീവ് പാരന്റിങ്
എങ്ങനെ ടീനേജേഴ്സിന് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. Positive parenting practices such as quality communication, parental monitoring, and authoritative parenting style also have been found to predict fewer risky behaviors among adolescents. ഓക്കെ, ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീനേജേഴ്സിനായിട്ട് അവർക്ക് ഒരു ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഫീൽ ചെയ്യണം. എൻ്റെ പാരന്റ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പാരന്റ്സിനോട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടണം. പ്ലസ് നമ്മൾ അവരെ മോണിറ്റർ ചെയ്യണം, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ മോണിറ്ററിങ് ചെയ്യുന്നത് അവർക്കൊരു എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ പാരന്റ്സ് ഇങ്ങനെ എല്ലാം നോക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കിട്ടരുത്. അല്ലാതെ അവർക്കൊരു മൈൽഡ് മോണിറ്ററിങ് വേണം. ദെൻ അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ, പല പാരന്റിങ് സ്റ്റൈൽസും ഉണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കും വേണം, പക്ഷെ നമ്മൾ ഡിസിപ്ലിൻ ഫോളോ ചെയ്യും വേണം. രണ്ടും ഒരു ബാലൻസ് ആയിട്ട് പോകണം. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെമായിട്ടുള്ള മിസ്ബിഹേവിയേഴ്സ് ഒക്കെ നമുക്ക് കുറച്ച് വരാൻ സാധിക്കും. Then adolescents often find themselves confused about where they fit in the area between adulthood and childhood. പല അഡൽട്സും ടീനേജേഴ്സും പറയാറുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും നീ അതിന് മാത്രമായിട്ടില്ല, നീ ഇപ്പോഴും കുട്ടിയാണെന്ന് പറയും. പിന്നെ നമ്മൾ പറയും നീ ഇത്രയും വലുതായില്ല, നിനക്കത് ചെയ്തൂടെ എന്ന് പറയും. സോ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്, ഞാനിപ്പോ കുട്ടിയാണോ വലിയ ആളാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നുണ്ടാവുക. സോ ആ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കണം, അവർ ആ കൺഫ്യൂഷനിലാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ് നമ്മൾ മനസ്സിലാക്കണം. Then they may desire independence yet lack the maturity and knowledge to execute it safely. അവർക്ക് മോസ്റ്റ്ലി ടീനേജേഴ്സിന് വേണ്ടത് ഫ്രീഡം ആണ്. എന്നെ ഫ്രീ ആയിട്ട് എൻ്റെ പാരന്റ് വിടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അവർക്കുള്ളത്. പക്ഷെ അതിൽ അവർക്ക് അത്ര മെച്യൂരിറ്റി പോരാ, നോളേജും ഇല്ല. സോ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, അവരെ സേഫ് ആയിട്ട് ഗൈഡ് ചെയ്യണം. ഇൻഡിപെൻഡൻസ് കൊടുക്കും വേണം, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ കൺട്രോൾ ചെയ്യും വേണം. അവർക്ക് ആ ഒരു ഓവർ കൺട്രോൾ ഫീൽ ചെയ്യാൻ പാടില്ല. Then they are often frustrated by their bodily changes, acne and mood swings. Teens may be overwhelmed by school as well as pressures from parents and peers. പിന്നെ അവർക്ക് ടീനേജ് എന്ന് പറയുമ്പോൾ അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതാണ്. മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഫിസിക്കലി കുറെ മുഖക്കുരു, അങ്ങനത്തെ അവർ അതിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും അല്ലെ, അവർ ബ്യൂട്ടി കാര്യങ്ങളിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. സോ അതൊന്നും അവരെ വിചാരിച്ച പോലെ ആയില്ലെങ്കിൽ അവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്യും, അവർ ഭയങ്കര ഓവർവെൽഡ് ആയിരിക്കും. സോ പ്ലസ് നമ്മൾ പാരന്റ്സിന്റെ അടുത്തുനിന്നും ഫ്രണ്ട്സുകളുടെ അടുത്തുനിന്നും ഒരുപാട് പ്രഷേഴ്സും കിട്ടുന്നുണ്ടാവും. സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വാട്ട് എവർ അവരെന്താണ് ഗോ ത്രൂ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. Then teens may feel bad about themselves and even become anxious or depressed as they try to navigate the various stressors they face. അവർ മോസ്റ്റ് ഓഫ് ദ ടൈം അവരെ പറ്റിയിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞില്ല ഐഡന്റിറ്റി എന്താണെന്ന് അറിയില്ല. അവരെ പറ്റിയിട്ട് തന്നെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് പറ്റിയിട്ടൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. സോ അതിൽ അവര് ആൻസൈറ്റി ഉണ്ടാവും, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകും. സോ അവർക്ക് തന്നെ അവർ ഒരുപാട് സ്ട്രെസ്സുകൾ ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ടീനേജ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇസ് നോയിങ് യുവർ ടീൻസ് ഫ്രണ്ട്സ്. അവരുടെ ഫ്രണ്ട്സുകളുടെ ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, ആരായിട്ടാണ് അവർ കൂട്ടുകൂടുന്നത്, അതെല്ലാം നമ്മൾ ആസ് എ പാരന്റ് വി ഹാവ് ടു നോ. Then being a positive role model in terms of your own coping mechanisms and use of alcohol and medications. Okay, sorry. ഓക്കെ, നിങ്ങളുടെ ടീനേജേഴ്സിന് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഒരു പോസിറ്റീവ് റോൾ മോഡൽ ആയിട്ട് ബിഹേവ് ചെയ്യണം. മീൻസ് അവരെല്ലാം ഒബ്സർവ് ചെയ്യും, അവർ കണ്ടു പഠിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ പാരന്റ് എങ്ങനെയാണ് എന്ന് കണ്ടു പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ബി എ പോസിറ്റീവ് റോൾ മോഡൽ. പിന്നെ അവര് വേറെ വഴികളിലേക്ക് ഡ്രഗ്സ്, സബ്സ്റ്റൻസ് അബ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. And being aware of your child's level of risk of substance abuse. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രഗ്സ് കാര്യങ്ങളിൽ
അങ്ങോട്ട് പോകാനുള്ള എൻവയൺമെന്റ് അവർക്ക് എവിടെയെങ്കിലും സ്കൂൾ പരിസരത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുടെ അടുത്തോ, അതാണ് നേരത്തെ പറഞ്ഞത് ടീൻസിന്റെ ഫ്രണ്ട്സുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന്. ആ ഒരു എൻവയൺമെന്റ് അവർക്ക് ഉണ്ടാകാതെ നോക്കണം. then providing your team with a substance use information, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഡ്രഗ്സ് ഒക്കെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നേരത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനെ പറ്റിയുള്ള അവയർനെസ് അവർക്ക് കൊടുത്തിരിക്കണം. ഈ ഇന്ന ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്ന ഇപ്പൊ എന്തൊക്കെയോ ഡ്രഗ്സുകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുക. അവർ യൂസ് ചെയ്താൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അവരുടെ ലൈഫിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു നോളേജ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവുക, ഞാൻ ഇതിപ്പോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫാണ് അഫക്റ്റ് ആവുക, എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. അവരുടെ ഡ്രീംസ് ആൻഡ് ഗോൾസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ലൈഫാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദെൻ സൂപ്പർവൈസിങ് ആൻഡ് മോണിറ്ററിങ് യുവർ ടീം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുമായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. സെറ്റിംഗ് ബൗണ്ടറീസ്, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, എല്ലാ റിലേഷൻഷിപ്പിലേക്കും ഓരോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫ്രണ്ട്സ്, സ്കൂളിലായാലും വിത്ത് ഫാമിലി മെമ്പേഴ്സ് ആയാലും സെറ്റിംഗ് ബൗണ്ടറീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓപ്പൺലി അബൌട്ട് സബ്സ്റ്റൻസ് അബ്യൂസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് അവർക്ക് ഓപ്പൺ ആയിട്ട് പറയും. ഇപ്പൊ അവരെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് ഓപ്പൺ ആയിട്ട് നമ്മളടുത്ത് വന്ന് പറയാൻ പറ്റണം. അതിനുള്ളൊരു സേഫ് സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആൻഷ്യസ് ആവുക, ഭയങ്കര ദേഷ്യം പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവർ വന്ന് പറയണമെന്നില്ല. സോ അവർ പറയാനുള്ള ഒരു എൻവയൺമെന്റ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ബിൽഡിംഗ് എ സപ്പോർട്ടീവ് ആൻഡ് വാം റിലേഷൻഷിപ്പ് വിത്ത് യുവർ ടീം. സോ ഇങ്ങനെ ഒരു സേഫ് സ്പേസ് ടീനേജറുമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഗ്രാൻഡ് സ്റ്റേജ് എന്നൊക്കെ പറയും. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിങ്ങനെ എണ്ണി പെറുക്കുക അല്ലെങ്കിൽ റിപ്ലൈ തരാണ്ടിരിക്കുക, ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുക. അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ഏജ് ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിൽ അവർക്കായിട്ടുള്ള അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം. പ്ലസ് അവരോട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും വേണം. ഓക്കെ, ദെൻ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എവറി മൂമെന്റ് ഓഫ് മിസ്ബിഹേവിയർ ഈസ് എ ചാൻസ് ടു ടീച്ച്, നോട്ട് പണിഷ്. Every expression of clinginess or defense is a child's way of saying, do you see me, do you hear me, can I trust you? എല്ലാ മിസ്ബിഹേവിയറും നമ്മൾക്ക് അവരെ പണിഷ് ചെയ്യാനുള്ളതല്ല. അതിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അവർക്ക് അവരുടെ ഒരു ഉള്ളിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് അവര് ഇൻഡയറക്ട്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അവർക്കൊരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇത്രയാണ് പോസിറ്റീവ് പാരന്റിംഗിൽ പറയാനുള്ളത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ക്ലിയർ ആണോ, യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് രതി മാം. അപ്പോ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. പാരന്റിങ് എന്ന് പറയുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളുടെ മക്കളെ വളർത്തുക എന്ന് ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. സോ ആ കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ഹാവ് എ താങ്ക് യു മാം. താങ്ക് യു. ഇതില് ചില കാര്യങ്ങളില് എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോ കുറെ കാര്യങ്ങളൊക്കെ അവരോട് ഞാനിങ്ങനെ പറയാറുണ്ട്. പിന്നെ എന്താ പക്ഷെ എന്റെ ചെറിയ മോളുടെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് ശരിക്കും, അതായത് അവളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുക അങ്ങനെ ചെയ്യുമ്പോ ഇപ്പോഴാണ് ഈ ക്ലാസ് എടുത്തിട്ട് മനസ്സിലായി അവളുടെ ഉള്ളിനുള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്.
അവൾക്കത് തുറന്നു പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാ ഞാൻ അവർക്ക് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അങ്ങനെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ തിരുത്തി കൊടുക്കണം, അടിക്കൊന്നും ചെയ്യാറില്ല. പിന്നെ ഇപ്പൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഈ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കൂളാണ് അവരോട് അവരുടെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോവുക. പക്ഷെ പക്ഷെ എന്തുകൊണ്ടോ രണ്ടു മക്കളും വ്യത്യസ്ത രീതിയിലാണ് എന്നോട് പെരുമാറുക. അപ്പോ താഴെ ആൾക്കാരോട് എന്തെങ്കിലും കാര്യം തുറന്ന് പറയാനൊരു മടി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ചേച്ചീനെയാണ് ഇഷ്ടം, എന്നെ ഇഷ്ടമില്ല. എന്താന്ന് വെച്ചാൽ മകള് ഇത്തിരി കളറുണ്ട്, ചെറിയ ഇത്തിരി കളർ കുറവ്. അപ്പൊ എന്നെ നമുക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഇത് അവളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ അബ്രഹാം ലിങ്കനെ കുറിച്ചൊക്കെ പറയും. അതൊക്കെ നമുക്ക് ദൈവം തന്നെ. അപ്പൊ കറുപ്പ് വെളുപ്പൊന്നും അല്ല. അപ്പൊ ഞാനിപ്പോ അത്ര കളറുള്ള ആളൊന്നും നീ നമ്മുടെ ആ ഒരു അങ്ങനെ നീ നോക്കണ്ട പറയാം. നമുക്ക് ആ ഒരു നിറവ്യത്യാസത്തിന്റെ ഒരു പേരില് ഭയങ്കര സ്കിന്നിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചതിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് അവരുടെ ടീനേജ് പ്രായമായത് കൊണ്ടായിരിക്കും മുഖക്കുരുട്ട് വരുമ്പോ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞാൻ പറയാം അത് എന്താ പറയാ എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നത് കുറച്ചാൽ മതി, അത് ശരിയായിക്കോളും. എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഇപ്പൊ എന്റെ മുഖത്ത് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ മാറിപ്പോകും, അതൊരു സ്റ്റേജ് വരെ ഉള്ളൂ എന്നൊക്കെ പറയും ഞാൻ. അപ്പൊ അങ്ങനെ. പക്ഷെ ഇന്ന് ഈ ക്ലാസ് കേട്ടപ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ എനിക്കും കുറെ കാര്യങ്ങള് മനസ്സിലാക്കാനുണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ, ഒരു പേരന്റായി മാറാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ക്ലാസ് തന്ന സാർ മാഡത്തിന് എന്റെ അഭിനന്ദനങ്ങൾ, നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ പോലെ ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അവർക്ക് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിനുള്ള ഗൈഡൻസ് കൊടുക്കാം. താങ്ക് യു സോ മച്ച്. വേറെ ഫീഡ്ബാക്സ് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിഷ് യു ഓൾ എ ഗ്രേറ്റ് ഡേ. വെരി ഹാപ്പി പാരന്റിങ് ഓൾസോ. താങ്ക് യു.